വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവരുടെ കുടുംബത്തോടൊപ്പമൊക്കെയാണ് ഈ ദിവസങ്ങൾ അത്രയും ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും കാത്തു നിന്നത്. കാരണം ഇവര് ഒരു കുറ്റവും ചെയ്യാതെയാണ് ജയിലറുകൾക്കുള്ളിൽ കടന്നിരുന്നതെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ ഛത്തീസ്ഗഡിലെ ഭരണകൂടത്തിനും ഇവിടുത്തെ പ്രോസിക്യൂഷനും ഇവിടെ BJPയുടെ ആളുകൾക്കുമൊക്കെയാണ് അത് മനസ്സിലാവാതിരുന്നത്. ഇപ്പോൾ അത് കോടതിക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവർ ഉന്നയിച്ച ഒരാരോപണവും അത് തെളിയിക്കുന്ന തരത്തിലുള്ള യാതൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു തെളിവുകളും ഹാജരാക്കാനായിട്ട് ഈ പരാതിക്കാർക്കോ പോലീസിനോ പ്രോസിക്യൂഷനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർ നിരപരാധികളാണെന്നുള്ള സത്യം ഒടുവിൽ കോടതി കൂടി അംഗീകരിച്ചു. അപ്പോൾ ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ, കാരണം 9 ദിവസമായിട്ട് അവർ നിരപരാധികളായിട്ടുള്ളവർ അന്യായ തടങ്കലിലാണ്. ആ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ അവർ പുറത്തു വരിക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും അത് സാധ്യമായി എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം. പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞിരുന്നോ കന്യാസ്ത്രീകൾ? ഇല്ല, ഞങ്ങളത് അവർ മീഡിയ പ്രത്യേകിച്ച് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം, ഇവിടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത് ഇത് NIA ഏറ്റെടുക്കേണ്ട കേസല്ലെന്നാണ് പറഞ്ഞത്.